നമസ്കാരം. ജെ.എം ടോക്സിലേക്ക് സ്വാഗതം. ഇറാനെതിരായിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധം 7-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ആ വലിയ യുദ്ധ പടകധ്വനികൾക്ക് ശേഷം ഇപ്പോൾ ഒരു ശാന്തതയാണ്. ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പില്ല. ഈ യുദ്ധം എപ്പോൾ തീരും, എത്ര കാലം തുടരുമെന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ ജനതയും ഈ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണിയിലോ ആശങ്കയിലോ ഒക്കെയാണ്. ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന മേഖലയായതുകൊണ്ട് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളും ഈ യുദ്ധത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം ആശങ്കാകുലരായി തന്നെ കഴിയുകയാണ്. സത്യത്തിൽ ഈ യുദ്ധം ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധം തന്നെയായിരുന്നു. ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിന് വേണ്ടി ട്രംപ് നടത്തിയ ഒരു യുദ്ധം. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ യുദ്ധം നടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇറാഖിനെതിരായിട്ട് അമേരിക്ക നടത്തിയ യുദ്ധം, ആണവ നിരായുധീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇറാഖിൻ്റെ ആണവ ശേഖരം നശിപ്പിക്കാനെന്നുള്ള പേരിൽ ഇറാഖിനെതിരായിട്ട് അമേരിക്ക നടത്തിയ യുദ്ധത്തിൻ്റെ പരിണിതം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ആ യുദ്ധത്തിന് ഫലമായിട്ട് ഒരു അണുവായുധവും കണ്ടെത്തിയില്ല എന്നതായിരുന്നു അതിൻ്റെ ഒരു അനന്തരഫലം. എന്നാൽ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലും എന്താണ് നടക്കാൻ പോകുന്നുള്ളത്, അല്ലെങ്കിൽ എന്തുമാത്രം അണ്വായുധ ശേഖരം ഇറാൻ്റെ കയ്യിലുണ്ട്, എത്രമാത്രം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. ഒരു കാര്യം നമുക്കറിയാം, ഈ അറേബ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഇന്ന് അമേരിക്കയുടെ പരിധിയിലാണ്. മിക്ക രാജ്യങ്ങളിലും അമേരിക്കൻ ബേസുകളുണ്ട്, സൈനിക ബേസുകളുണ്ട്. അമേരിക്കയ്ക്കെതിരായിട്ട് ശക്തി ഉയർത്തുന്ന, അമേരിക്കയ്ക്കെതിരായിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ഏക ഗൾഫ് രാജ്യം ഇന്ന് ഇറാനാണ്. ആ ഇറാനെ കൂടി ഒതുക്കിയാൽ, തകർത്താൽ പിന്നെ അമേരിക്കയെ സംബന്ധിച്ച് അല്ലെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഗൾഫ് മേഖല മൊത്തം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ്. പക്ഷേ ഇറാൻ മാത്രമാണ് ഒറ്റയ്ക്ക് നിന്ന് ഒരു ഫൈറ്റ് നടത്തുന്നത്. അപ്പോൾ അതിനെ ഒതുക്കുക എന്നുള്ള ഈ ഒരു വലിയ അമേരിക്കയുടെ ലക്ഷ്യത്തിന് പിന്നിൽ അവർ ഒരു ലോക പോലീസായി നിന്നുകൊണ്ട് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തെ അണ്വായുധങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെയുള്ള ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഒരു സൈനികമായ ഒരു ആക്രമണം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഓയിൽ മേഖലയുടെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയുടെ ഒരു കയ്യാളായി നിന്നുകൊണ്ട് ഇസ്രായേലും ഇത് ചെയ്യുന്നതെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. എവിടെയാണ് ഇത് അവസാനിക്കുക? ഈ യുദ്ധം അന്തമായിട്ട് നീണ്ടുപോയാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? ഇപ്പോൾ ഈ യുദ്ധം ഒരാഴ്ചക്കുള്ളിൽ തീരും, അല്ലെ 2 ആഴ്ചക്കുള്ളിൽ തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനം ഇരിക്കുന്നത്. പക്ഷേ ഈ യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താണ്? ഇറാനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർക്ക് ഈ യുദ്ധം ഒരു വലിയ പരിധി വരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ആയുധശേഖരം അവരുടെ കയ്യിലുണ്ട്. മിസൈലുകളുണ്ട്, ഡ്രോണുകളുണ്ട്, കരയുദ്ധത്തിനുള്ള 2 ലക്ഷത്തിലേറെ പട്ടാളക്കാരുണ്ട്. അപ്പോൾ അമേരിക്ക പോലെ ഇത്രയും അകലെ നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് എത്രമാത്രം അവരെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും പ്രശ്നമാണ് യുദ്ധം എന്നുള്ളത് കൊണ്ടും അവിടുത്തെ അയത്തുള്ള ഖൊമേനിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ തുടച്ചു നീക്കിയിട്ട് പോലും അവിടെ 2ാം നിര വീണ്ടും ഒരു യുദ്ധം നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധം എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള കടുത്ത ആശങ്കയുണ്ട്. അതേസമയം തന്നെ ഇതിൻ്റെ ഒരു മറുവശം, ഇറാനെ സംബന്ധിച്ച് നമുക്കറിയാം, ഷായെ നിഷ്കാസിതനാക്കിക്കൊണ്ട്, ഷായ്ക്കെതിരായിട്ട് വലിയൊരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടുത്തെ ഷായ് വിരുദ്ധമായിട്ടുള്ള ജനകീയ ശക്തിയാണ് അവിടെ ഈ നേരത്തെ അയത്തുള്ള ഖൊമൈനിയെയും ഇപ്പോൾ അയത്തുള്ള ഖമനയെയൊക്കെ അധികാരത്തിലേറ്റിയത്. പക്ഷേ അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? ഷായ്ക്ക് പകരമായിട്ട് വന്ന ഒരു ഭരണകൂടമെന്ന് പറയുന്നത് അതിലേറെ ജനാധിപത്യ ധ്വംസനവും അതിലേറെ മനുഷ്യാവകാശ ധ്വംസനവും നടത്തുന്ന ഒരു വർഗീയതയുടെ മൂർത്തിമദ്ഭാവമായ ഒരു ഭരണകൂടമായി മാറി എന്നതുകൊണ്ട് വാസ്തവത്തിൽ ഈ പോരാട്ടം നടത്തിയവർ നേട്ടമുണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഈ ഖൊമേനിക്ക് വേണ്ടിയുള്ള ഈ വാദവും നിരർത്ഥകമാവില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അതെന്തായാലും ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗൾഫ് മേഖലയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കണം, ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം, അവിടെ സമാധാനമുണ്ടാകണം. ഇറാൻ്റെ അടുത്ത ഭരണം ഇറാനിൽ ആര് നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം, അത് ട്രംപ് എന്ന ഒരു സ്വേച്ഛാധിപതിയുടെ ശബ്ദമാണ് അവിടെ ഉയരുന്നത്. ഞാൻ എന്നുള്ള
ആ ഒരു പ്രയോഗം, ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയുന്നത് ആ സ്വേച്ഛാധിപത്യത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അടുത്ത ഭരണകൂടം ആര് ഭരിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്നുള്ള ട്രംപിൻ്റെ ഒരു അഹന്തയ്ക്കാണോ നമ്മൾ കീഴടങ്ങേണ്ടി വരിക, അതോ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്നൊരു ഭരണകൂടം വരിക, അതിനുവേണ്ടിയാണോ നാം തയ്യാറാവേണ്ടത് എന്നുള്ള ചോദ്യവും ഇവിടെ ഉദിക്കുന്നുണ്ട്. എന്തായാലും സമാധാനമാണ് നാം കാക്ഷിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി അമേരിക്ക എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക തന്നെയാണ് വേണ്ടത്.